സ്കേറ്റിംഗ് ക്യാമ്പിലേക്ക് പൊതിച്ചോറൊക്കെ ആയി പോയപ്പോൾ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. കുട്ടികൾക്ക് വളരെയധികം സന്തോഷമാവുന്നു. ഇന്നൊരു പെസഹ വ്യാഴാഴ്ചയായിരുന്നു. പക്ഷേ കുട്ടികൾക്ക് സ്കേറ്റിംഗ് ക്യാമ്പ് ഉണ്ടായിരുന്നതിനാൽ അവർക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കൊണ്ടുപോകേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പൊതിച്ചോറൊക്കെ ആയിട്ട് സ്കേറ്റിംഗ് ക്യാമ്പിലേക്ക് ചെല്ലുമായിരുന്നു. അപ്പോൾ പൊതിച്ചോറ് പണ്ട് ഞാനൊക്കെ ടൂർ പോകുമ്പോഴാണ് പൊതിച്ചോറ് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് പൊതിച്ചോറിൽ എന്തൊക്കെയാണ് കറികളെന്ന് അറിയാൻ ഓടി വന്ന് ചോദിക്കുകയൊക്കെ ചെയ്തു കുട്ടികൾ. അപ്പോൾ പക്ഷേ അതിനകത്ത് കറി ഉരുളക്കിഴങ്ങ് കറിയാണെന്ന് പറഞ്ഞപ്പോൾ അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല. കാരണം ഞാൻ ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കുന്നത് കുട്ടികൾക്ക് അത്ര ഇഷ്ടം ഉണ്ടാവാറില്ല. അപ്പം അതുകൊണ്ട് തന്നെ അവരത് അത്ര താല്പര്യപ്പെട്ടില്ല. എന്നാലും പൊതിച്ചോറ് കിട്ടി. അത് തുറന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മാങ്ങാച്ചമ്മന്തിയും മുട്ടപ്പവും പിന്നെ ഈ ഉരുളക്കിഴങ്ങ് കറി കണ്ടു കഴിഞ്ഞപ്പം അവർക്ക് സന്തോഷമായിരുന്നു. പക്ഷേ ഉരുളക്കിഴങ്ങ് കറി കഴിച്ചിട്ട് അവരെന്നോട് പറയുകയാണ്, ഇത് അമ്മ ഉണ്ടാക്കിയതല്ലല്ലോ, അമ്മാമ്മ ഉണ്ടാക്കിയതല്ലേ എന്ന്. പക്ഷേ സത്യത്തിൽ ഉരുളക്കിഴങ്ങ് കറി ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയത്. കുട്ടികൾക്ക് അമ്മമാരെ കുറിച്ച് ഭയങ്കര ധാരണയാണല്ലോ. എന്നെ കുറിച്ച് എൻ്റെ മക്കൾക്ക് പ്രത്യേകിച്ച് നല്ല ധാരണയാണ്. അതുകൊണ്ടാണ് ഉരുളക്കിഴങ്ങ് കറി അമ്മാമ ഉണ്ടാക്കിയതാണല്ലേ എന്ന് അവർ ചോദിച്ചത്. കാരണം ഞാൻ ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കുന്നത് കുക്കറിൽ വേവിച്ചിട്ട്, അതായത് ഒരു വിസിൽ വെച്ചിട്ടാണ് മെഴുക്ക് പുരട്ടിയാക്കി ഉണ്ടാക്കാറ്. പക്ഷെ ഇന്ന് ഞാൻ ചെയ്തത് ചീഞ്ഞട്ടിയിലേക്ക് നേരെ ഉള്ളി മുളകൊക്കെ കാച്ചിയിട്ട് ഉരുളക്കിഴങ്ങ് നേരിട്ട് വെക്കുമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുട്ടിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തായാലും എക്സ്പ്രഷനൊക്കെ ഇടണമല്ലോ, അതുകൊണ്ട് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, മാമ ഞാൻ എക്സ്പ്രഷൻ ഇടാട്ടോ എന്ന്. അങ്ങനെ എക്സ്പ്രഷൻ ഇടാൻ പോവാണ് തിന്നൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം സ്കേറ്റിംഗ് ക്യാമ്പിലെ കുട്ടികൾ പൊതിച്ചോറൊക്കെ തിന്ന് സന്തോഷമായിട്ട് അവസാനിച്ചു.